നമ്മളിപ്പോൾ പെരുമ്പാവൂർ കുറുപ്പുംപടി മലയാറ്റൂർ റൂട്ടിൽ കുറിച്ചിലക്കോടിന് സമീപം പെരിയാർ നദിക്ക് കുറുകെയുള്ള മലയാറ്റൂർ പാലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മലയാറ്റൂർ അടിവാരത്തുള്ള മണപ്പാട്ടുചിറ നക്ഷത്ര തടാകവും കാർണിവലുമൊക്കെ കാണാനുള്ള പോക്കാണ്. എല്ലാ വർഷവും ഡിസംബർ 25 മുതൽ 31 വരെ വളരെ വിപുലമായ കാർണിവലും ആഘോഷങ്ങളും ഇവിടെ നടത്തപ്പെടുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ ഈ ദിവസങ്ങളിൽ എത്തിച്ചേരാറുണ്ട്. 10,000-ലധികം നക്ഷത്രങ്ങൾ കൊണ്ട് മണപ്പാട്ടുചിറയിലെ നക്ഷത്ര തടാകം അലങ്കരിക്കപ്പെടുന്നു. സന്ധ്യയ്ക്ക് അവയൊന്നാകെ തെളിക്കുന്ന അതിമനോഹരമായ കാഴ്ച മാത്രം മതിയാകും ഇങ്ങോട്ടേക്കുള്ള യാത്ര മുതലാകുവാൻ. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണി സമയമാണ്. വലിയ തിരക്കായിട്ടില്ല. വിശുദ്ധ തോമാശ്ലീഹായുടെ നാമത്തിലുള്ള സീറോ മലബാർ തീർത്ഥാടന ദേവാലയമാണ് മുന്നിൽ കാണുന്നത്. ആഗോളതലത്തിൽ സെന്റ് തോമസിന്റെ പേരിലുള്ള 8 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മലയാറ്റൂർ പള്ളിയെ വത്തിക്കാൻ അംഗീകരിച്ചിട്ടുണ്ട്. റോഡിന്റെ ഇരുവശവും നക്ഷത്ര വിളക്കുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ നക്ഷത്ര തടാകക്കരയിലേക്ക് എത്തുകയാണ്. ദൂരെ കാർണിവലിന്റെ ഒരുക്കങ്ങളൊക്കെ കാണാം. സന്ധ്യ കഴിഞ്ഞാണ് ഇവിടം കൂടുതൽ ആസ്വാദ്യകരം. കടകളൊക്കെ സജീവമാകുന്നതേയുള്ളൂ. നമ്മളിപ്പോൾ അടിവാരത്തുനിന്ന് കുരിശുമുടിയിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ കണ്ട വനത്തിനുള്ളിലുള്ള അക്വാഡക്റ്റിലേക്ക് പോകേണ്ടത്. ഏകദേശം 110 ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യനിർമ്മിതമായ തടാകമാണ് മണപ്പാട്ടുചിറ. ഇത് തടാകത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. ചുറ്റും നക്ഷത്രമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. തടാകത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കാർണിവൽ നടക്കുന്നത്. മുൻപ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കടകളൊക്കെ റെഡിയായി കഴിഞ്ഞു. ആളുകളും എത്തിത്തുടങ്ങി. ഇതൊക്കെ കാണുമ്പോൾ നമ്മളും കുട്ടികളായി മാറും. എന്നാൽ കുട്ടികളെ ഇതിനകത്ത് കയറ്റിയാൽ അവരൊട്ട് ഇറങ്ങി വരികയുമില്ല. ഇതിലെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നാൽ നിങ്ങളുടെ പ്രായം കുറഞ്ഞു വരുന്നത് നിങ്ങൾക്കു തന്നെ മനസ്സിലാകും. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കും പ്രവർത്തിക്കുന്നുണ്ട്. അതിനു സമീപം ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ 2 ആനകളെ സ്ഥാപിച്ചിരിക്കുന്നു. അവർ രാത്രിയായാൽ ഇങ്ങനെ ഇരിക്കും. കാർണിവൽ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവരാം. ജയന്റ് വീലിന് സമീപത്തായി കൂറ്റനൊരു പാപ്പാഞ്ഞി സ്ഥാനം പിടിച്ചിരിക്കുന്നു. അങ്ങേരെ കത്തിക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കൂട്ടമെല്ലാം ഇന്ന് വരാൻ പോകുന്നത്. വിശാലമായ സ്റ്റേജിൽ കലാപരിപാടികൾക്കും DJയ്ക്കുമൊക്കെയായി ഗംഭീരൻ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റമൊക്കെ ഒരുക്കി നമ്മെ കാത്തു നിൽക്കുകയാണ് കോട്ടയം SMC പ്രോ ഓഡിയോസ്. വളരെ മികച്ച പ്രകടനമാണ് രാത്രിയിൽ ഇവർ കാഴ്ചവെച്ചത്. അവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കുമ്പോഴും ഇവിടെ DJ തകർക്കുകയായിരുന്നു. കാർണിവൽ ആഘോഷങ്ങളിലെ സ്റ്റേജ് പരിപാടികൾ ഹൃദ്യമാക്കിയതിൽ ഈ SMC ഓഡിയോസിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്.
മണപ്പാട്ടുചിറയുടെ കരയിൽ നിന്ന് മലയാറ്റൂർ മലയിലേക്കുള്ള കാഴ്ചയാണ്. ഇത് രാത്രിയിൽ കാണണം. ഈ തടാകത്തിന് ചുറ്റും റോഡുണ്ട്. ഇതിലെ വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാം. സന്ധ്യയാകുമ്പോൾ കാഴ്ചകളാകെ മാറുകയായി. തടാകത്തിന് ചുറ്റുമുള്ള നക്ഷത്രമാലകൾ തെളിയുന്നതോടെ വർണ്ണാഭമായ ദീപാലങ്കാരങ്ങൾ മിഴി തുറക്കുകയാണ്. LED ലൈറ്റുകളുടെ പ്രഭാവലയത്തിൽ കുളിച്ചു നിൽക്കുകയാണ് മണപ്പാട്ടുചിറ. തടാകത്തിന് നടുവിലായി വലിയൊരു നക്ഷത്രത്തിന്റെ വർണ്ണരാജികൾ ഓളപ്പരപ്പിലേക്ക് ഒഴുകിയിറങ്ങുന്നു. നക്ഷത്രമാലകൾ തടാകത്തിൽ പ്രതിഫലിപ്പിക്കുന്ന വർണ്ണവിസ്മയം നോക്കുക. ഇത് തടാകത്തിന് ചുറ്റുമുണ്ട്. കടകളിലൊക്കെ സന്ദർശകർ കൂടിക്കൊണ്ടിരിക്കുന്നു. രുചി വൈവിധ്യങ്ങളും ഇവിടെ ധാരാളം. മുമ്പോട്ട് വരിക. അല്പം കൂടെ കഴിഞ്ഞാൽ പ്രിയരെ. ഇതൊക്കെ കണ്ടാൽ എങ്ങനെ വാങ്ങി തിന്നാതിരിക്കും. ഇവിടെ ഒരു ബജ്ജിക്കടയിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെച്ചതുപോലെ 2 ചേച്ചിമാർ നിൽക്കുന്നു. സ്റ്റേജിൽ സമ്മേളന പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. മൂലൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ വർഗീസ് മൂലൻ ഉദ്ഘാടന പ്രസംഗം നടത്തുകയാണ്. എന്താണ് ഇതിന് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് ഒരു നിഷ്കളങ്ക ശിശുവുണ്ട്. മറ്റു സ്വാർത്ഥത തീണ്ടാത്ത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ അടുക്കാനായിട്ട് എപ്പോഴും ആ കുഞ്ഞിന് ഒരു താല്പര്യമുണ്ട്. ഗ്രൗണ്ടിൽ തിരക്കായി കഴിഞ്ഞു. കാർണിവൽ റൈഡുകളും കച്ചവടങ്ങളുമൊക്കെ പൊടി പൊടിക്കുകയാണ്. കാണുവാൻ താല്പര്യമുള്ളവർ മുമ്പോട്ട് വരിക. മോളെ വേണ്ട എന്ന് പറയല്ലേ, വരൂ. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന സ്ത്രീയും കുട്ടിയും തങ്ങളുടെ തന്നെ ഉൽപ്പന്നങ്ങൾ ആസ്വദിച്ചു കിടക്കുകയാണവൻ. സ്റ്റേജിൽ ഗാനമേള തുടങ്ങിയിരിക്കുന്നു. ഒരു ചങ്ങാതി ശ്രീരാഗമോ വെച്ച് കാച്ചുകയാണ്. പ്രേക്ഷകരും ധാരാളം. വർണ്ണവിസ്മയം സമ്മാനിക്കുന്ന ജയന്റ് വീലുകൾ. പാപ്പാഞ്ഞെ ജ്വലിപ്പിക്കുവാൻ അക്ഷമരായി കാത്തുനിൽക്കുന്ന ജനാവലി. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് മറ്റൊരു വീഡിയോയായി ചാനലിൽ ചേർത്തിട്ടുണ്ട്. ഏറ്റവും നയനാനന്ദകരമായ കാഴ്ച
മണപ്പാട്ടുച്ചിറ നക്ഷത്ര തടാകവും അതിനു ചുറ്റുമുള്ള വൈദ്യുത ദീപാലങ്കാരങ്ങളുമാണ്. അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെ. അത് വാക്കുകൾക്കതീതമാണ്. സാധ്യമെങ്കിൽ നിങ്ങളും നേരിട്ട് വന്ന് കാണുക. ഈ കാഴ്ച ജീവിതത്തിൽ മറക്കില്ല.